നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ സൂക്കേടങ്ങ് തീർന്നു. ഭാര്യ PK ശ്യാമളയെ നിർത്തി തളിപ്പറമ്പ് പിടിച്ച് കുടുംബത്തൊരു MLA ഒപ്പിച്ചെടുക്കാം, അധികാരത്തിൽ ആറാടാമെന്ന് മനക്കോട്ട കെട്ടി. ആ കോട്ട പൊളിച്ച് ഗോവിന്ദനും പെണ്ണും പിള്ളയ്ക്കും സമാധി കെട്ടി TK ഗോവിന്ദൻ. അഹങ്കാരത്തിന് കിട്ടിയ അടിയാണ് ഗോവിന്ദായത്. സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോഴേ പ്രവർത്തകർ പറഞ്ഞു, ശ്യാമളയെ തളിപ്പറമ്പിൽ നിർത്തരുത്, അപകടമാണ്, ആത്മഹത്യാപരമാണ്. ശ്യാമളയ്ക്ക് ജനകീയ പിന്തുണയില്ല, അവർ 8 നിലയിൽ പൊട്ടുമെന്ന് പ്രവർത്തകർ തന്നെ കൃത്യമായി പറഞ്ഞു. അത് കേൾക്കാതെ പ്രവർത്തകരുടെ മെക്കിട്ട് കയറി ഭാര്യയ്ക്ക് സീറ്റ് ഒപ്പിച്ചു. ഒടുക്കം തളിപ്പറമ്പിൽ 8 നിലയിലല്ല 16 നിലയിലാണ് ശ്യാമള പൊട്ടിത്തകർന്ന് താഴെ വീണത്. ഗോവിന്ദൻ ഇപ്പോൾ പൂരത്തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാരണങ്ങളെ പാർട്ടിയിൽ നിന്ന് അടിച്ചിറക്കണമെന്ന് കണ്ണൂരിൽ മുറവിളി ശക്തമാകുന്നു. ഗോവിന്ദനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് തളിപ്പറമ്പിലെ CPM പ്രവർത്തകർ തന്നെ. ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പിണറായിക്കും ഗോവിന്ദനും പുളിച്ച തെറിവിളി. ക്യാപ്റ്റനെ പൊക്കിയടിച്ച പോരാളി ഷാജിമാരുടെ ഗ്രൂപ്പുകളിൽ വരെ പച്ചയ്ക്ക് തുറന്നെഴുത്ത്. ഗോവിന്ദന്റെയും ശ്യാമളയുടെയും ചിത്രം പങ്കുവച്ച് വിജയശില്പികൾക്ക് അഭിവാദ്യങ്ങൾ എന്നൊരു കുറിപ്പ് പോരാളി ഷാജി പങ്കുവച്ചിട്ടുണ്ട്. അതായത് CPMന്റെ നെഞ്ചത്ത് റീത്ത് വെച്ചത് നീയൊക്കെ കൂടിയാണ് എന്ന് പോരാളി കൃത്യമായി പറയുന്നു. ഈ പോസ്റ്റിന് താഴെ ഗോവിന്ദനെ പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ് പ്രവർത്തകർ. അതായത് ഈ തെറിവിളി മുഴുവൻ, ഇതിന് താഴെ വരുന്ന തെറിവിളി മുഴുവൻ എതിർ പാർട്ടിക്കാർ തെറി വിളിക്കുന്നതാണ് എന്ന് ആരും കരുതരുത്. CPMകാർ തന്നെയാണ് CPM നേതാക്കളെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു ഗോവിന്ദൻ. ശ്യാമളയ്ക്ക് സീറ്റ് കൊടുക്കേണ്ട എന്ന് കണ്ണൂരിലെ CPMകാർ ഉൾപ്പെടെ വലിയ ശക്തമായ ആവശ്യം ഉന്നയിച്ചപ്പോൾ, എൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് സ്ത്രീവിരുദ്ധതയാകില്ലേ, ശ്യാമള മത്സരിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധതയാകില്ലേ, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പൊട്ടത്തരം പറഞ്ഞ് മണ്ടത്തരം കാണിച്ച ഒരു പാർട്ടി സെക്രട്ടറിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തോൽവിയുടെ കാരണം. ഒപ്പം പിണറായി വിജയനും. ഇരു കൂട്ടരും ഈ പാർട്ടിക്ക് സമാധി കെട്ടി അതിൻ്റെ നെഞ്ചത്തോട്ട് റീത്ത് കൊണ്ട് വെച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോൾ സമാധാനമായല്ലോ നേതാക്കന്മാർക്ക് എല്ലാവർക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിൽ അടിത്തറ ഇളകിയപ്പോഴേ കണക്ക് കൂട്ടിയതാണ് നിയമസഭയിൽ നിലം തൊടില്ല എന്നുള്ളത്. കൃത്യം അതുപോലെ തന്നെ സംഭവിച്ചു. ഇതുവരെ ഈ CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും തോൽവിയുടെ കാരണം എന്താണെന്ന് പഠിച്ച് ഞങ്ങൾ തിരുത്തുമെന്നായിരുന്നു. നിങ്ങൾ തിരുത്തി ഇപ്പോൾ മുച്ചൂട് മുടിച്ചിരിക്കുകയാണ്. ഇനി ഏത് കാലത്താണ് നിങ്ങൾ തിരുത്താൻ പോകുന്നത്? ഒരു പ്രസ്ഥാനത്തെ കുഴിച്ചു മൂടി അതിൻ്റെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് അഹങ്കാരം കാണിച്ച കൂട്ടത്തിന് ആ പാർട്ടിയെ ഇനി തലപൊക്കാൻ കഴിയാത്ത വിധം ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. ഇമാതിരി ഊച്ചാളി നേതാക്കളെയാണ് ആദ്യം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ചവിട്ടി പുറത്താക്കേണ്ടത്. എത്രയെത്ര മുന്നറിയിപ്പുകളായിരുന്നു CPMന് കിട്ടിയത്. അതും CPMന്റെ നേതാക്കൾ തന്നെ പറഞ്ഞു, ഈ പോക്ക് അപകടമാണ്, ഇനിയെങ്കിലും പാർട്ടി തിരിച്ചു വരണം, ഏകാധിപത്യ മനോഭാവം അവസാനിപ്പിക്കണം, നേതാക്കൾ കൊമ്പത്തൂന്ന് താഴേക്കിറങ്ങണമെന്ന്. ഒരു വാക്ക്, പ്രവർത്തകരുടെ ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കാൻ ഈ CPM നേതാക്കൾ തയ്യാറായോ? അങ്ങനെ നിങ്ങൾ തിരുത്താത്തതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ പാർട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി 5 വർഷക്കാലം ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കണം CPM പ്രവർത്തകർ. താഴെ തട്ടിലുള്ളവർ ചോരയും വിയർപ്പും ഒഴുക്കണം ഈ പ്രസ്ഥാനത്തെ ഇനിയും പൊക്കിക്കൊണ്ടുവരണമെങ്കിൽ. നേതാക്കൾ അതിനെയെല്ലാം മുച്ചൂടും തകർക്കുകയാണ്. 10 വർഷം അധികാരത്തിലിരുന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് മേനി നടിച്ചാൽ മാത്രം പോരാ, അതിനൊപ്പം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കൂടെ കഴിയണമായിരുന്നു. താഴെ തട്ടിലുള്ള പ്രവർത്തകർ അടിയും തൊഴിയും കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ വരെ എത്തിച്ചത്. അല്ലാതെ നേതാക്കന്മാർ ഒരു ദിവസം പൊട്ടിമുളപ്പിച്ചതല്ല ഈ പാർട്ടിയെ. ഈ പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്, ഇതിനൊരു നിലപാടുണ്ട്, ഇതിനൊരു അന്തസത്തയുണ്ട്. അതെല്ലാം ഈ പിണറായി കാലത്ത്, ഈ നശിച്ച 10 വർഷക്കാലത്ത് കൊണ്ട് തൊലച്ചു എന്ന് വേണം പറയാൻ. ഇന്നിപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും തെറി കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചോദിച്ചു മേടിച്ചതാണ്. പ്രവർത്തകരുടെ വായിൽ നിന്ന് നിങ്ങൾ പച്ചയ്ക്ക് തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ ഫലമാണ്. പോരാളി ഷാജി പങ്കുവച്ച പോസ്റ്റിന് താഴെ ഗോവിന്ദനെയും പിണറായിയെയും വലിയ രീതിയിലാണ് വിമർശിക്കുന്നത്. അതായത് തെറിവിളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി തെറിവിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില പോസ്റ്റുകൾ, അതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഒരു സംശയവും വേണ്ട, ഗോവിന്ദനാണ് പാർട്ടിയെ ഈ നിലയിൽ എത്തിച്ചത്. സാമൂഹ്യ ഘടനയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു മണ്ടൻ നേതാവ്. ശരിയാണ്, CPMന്റെ കാലയളവിൽ ഇതുപോലെ മണ്ടനായിട്ടുള്ള ഒരുത്തൻ പാർട്ടി സെക്രട്ടറി ആയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനും VSും ചടയനും ഒക്കെ ഇരുന്ന ഒരു കസേരയിലാണ് ഇതുപോലെ ഒരു ലോക തോൽവി, പടുവാഴ്
പടുവാഴ കയറിയിരുന്ന് മുച്ചൂടും ഇതിനെ തകർത്തത്. പിണറായിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തലയാട്ടുന്ന വെറും ഒരു പാവം മാത്രമായിരുന്നു MV ഗോവിന്ദൻ. MV ഗോവിന്ദൻ ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയതിനു ശേഷം എന്തെങ്കിലും ഒരു നേട്ടം ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനെ മുച്ചൂടും തകർത്തു എന്ന് വേണം പറയാൻ. ഇതുപോലെ ലോകം മണ്ടനായിട്ടുള്ള, ആധികാരികമായി മണ്ടത്തരം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി, അതുപോലെ ഒരു പടുവാഴയാണ് MV ഗോവിന്ദൻ. അയാളെയൊക്കെ ചവിട്ടി പുറത്താക്കേണ്ട കാലം അതിക്രമിച്ചു. ഒരിക്കലും ഭരണവിരുദ്ധ വികാരമല്ല ഈ കണ്ടത്, പാർട്ടി വിരുദ്ധ വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടി ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നാണ് പോരാളി ഷാജി പങ്കുവെച്ച പോസ്റ്റിന് താഴെ വരുന്ന കമന്റ്. ഒരു പാർട്ടിയെ എങ്ങനെ തകർക്കാമെന്ന് കാണിച്ചു തന്നതിന് അഭിനന്ദനങ്ങൾ. പാർട്ടി യോഗങ്ങളിൽ മിണ്ടാൻ ധൈര്യമില്ലാതെ നിസ്സഹായരായ സഖാക്കൾ പോളിംഗ് ബൂത്തിൽ പ്രതികരിച്ചു. അതായത് പാർട്ടിക്കാർ തന്നെ ഈ CPM-നെ തോൽപ്പിച്ചു എന്നാണ് വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്. കണ്ണൂർ ലോബിയിൽ നിന്നും CPM പാർട്ടിയെ മോചിപ്പിക്കണം. മുഹമ്മദ് റിയാസിന്റെ പെട്ടിതൂക്കികളായ വസീഫ് ഉൾപ്പെടെയുള്ള യുവജന നേതാക്കളുടെ കാര്യത്തിൽ പുനർവിചിന്തനം അനിവാര്യമാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രവർത്തകർ, അതായത് ഈ കമന്റുകളെല്ലാം ഇട്ടിരിക്കുന്നത് CPM-കാർ തന്നെയാണ്. അതെങ്കിലും CPM ഇനി മനസ്സിലാക്കണം. ഗോവിന്ദനേക്കാൾ ഉത്തരവാദിത്തം പിണറായിക്കും വെള്ളാപ്പള്ളിയെ കൂട്ടിപ്പിടിക്കാൻ ഉപദേശിച്ച ഉപദേശക വൃത്തത്തിനുമുണ്ട്. അതായത് ഇതുപോലെയുള്ള ചില സംഘടനാ നേതാക്കളെ അങ്ങ് പൊക്കിപ്പിടിച്ചപ്പോൾ നിയമസഭയിൽ അങ്ങ് കടന്നുകൂടാം, 3.0 കിട്ടിയെന്നൊക്കെയായിരുന്നു അങ്ങ് സ്വയം ധരിച്ചത്. പിണറായി വിജയന്റെ ഈ ഏകാധിപത്യവും പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമെല്ലാം CPM-ന് തിരിച്ചടിച്ചു. ഒരു നല്ല പാർട്ടി സെക്രട്ടറിയെ CPM അർഹിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും അർഹൻ മറ്റ് എത്രയോ നേതാക്കൾ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരണമെന്നാണ് ഓർമ്മപ്പെടുത്തൽ. മൂലക്കുരുവിന് ഉറുമ്പ് കടിച്ചതുപോലെ ഉള്ള ഗോവിന്ദന്റെ വർത്തമാനം ജനങ്ങൾക്ക് വെറുത്തു. ആ പൊട്ടൻ ഇളിച്ചു കാണിക്കുമ്പോഴേ ജനങ്ങൾക്ക് ഭ്രാന്തിളകും. കൂടെ പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും അഴിമതിയും പിന്നെ തൊള്ളാപ്പള്ളിയുടെ വൃത്തികേടിനെ പ്രോത്സാഹിപ്പിച്ചതുമൊക്കെ തിരിച്ചടി ഉണ്ടാക്കി. തൊള്ളാപ്പള്ളി എന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെയാണ്. ഈ തോൽവി നിങ്ങൾ ചോദിച്ചു മേടിച്ചതാണ്. നേതാക്കളുടെ ധാർഷ്ട്യവും തലകുനിച്ച് നടക്കേണ്ടത് അണികൾ മാത്രമാണ്. ഭരണവിരുദ്ധ വികാരമല്ല, പാർട്ടി വിരുദ്ധ വികാരമാണ് അത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. 8 നിലയിൽ പൊട്ടി താഴേക്ക് വീണു. 50-ന്റെയും താഴെയാണ് CPM-ന് കിട്ടിയ സീറ്റ്. ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനി ഒരു കാലത്തും ഈ പാർട്ടിക്ക് തലപൊക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കണം, ജനങ്ങളാണ് പാർട്ടി എന്ന്, അല്ലാതെ നേതാക്കളല്ല പാർട്ടി. വ്യക്തിപൂജയും വ്യക്തി ആരാധനയും ഇന്ദ്രനും ചന്ദ്രനും കർണനും ഈ പാർട്ടിയിൽ ഇല്ലാത്ത നേതാക്കൾ, ദൈവങ്ങളില്ല, ദൈവവിശ്വാസമില്ല. പക്ഷെ നേതാക്കളെയെല്ലാം അങ്ങ് ദൈവതുല്യരാക്കും. ഉളുപ്പുണ്ടോടോ ഇമ്മാതിരി നേതാക്കന്മാർക്ക്? ഈ പിണറായി വിജയനെയൊക്കെ ഇങ്ങനെ തലപ്പൊക്കത്തിലെടുത്ത് പിണറായി ആണ്, പാർട്ടിക്കും വലിയത് പിണറായി ആണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും സമ്മതിച്ചു കൊടുത്തതിൻ്റെതാണ് ഇന്നിപ്പോൾ കിട്ടിയ അടി. തോൽവിക്ക് എല്ലാവർക്കും പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്, MV ഗോവിന്ദന് മാത്രമല്ല. ഇയാളെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൽ പിന്നെ ഗുണം പിടിച്ചിട്ടില്ല CPM, അത് സത്യമാണ്. ഈ സാഹചര്യത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, എനിക്കൊരു പിണറായിയുടെ ഫ്ലെക്സ് തരുമോ, എൻ്റെ കോഴിക്കൂട് മറയ്ക്കാനായിരുന്നു എന്ന് ചിലർ പരിഹസിക്കുന്നുണ്ട്. ഷാജിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും പിണറായി വിജയന് യാതൊരു പങ്കുമില്ല എന്നും ചിലർ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഗോവിന്ദനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പിണറായിയും കൂടി ചേർന്നാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത്. 100% ഈ വിജയം ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതായത് MV ഗോവിന്ദനും ഭാര്യ ശ്യാമളയ്ക്കും. കാരണം അധികാരം കുടുംബത്തോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നല്ലോ. കുടുംബത്തോടെ ഇപ്പോൾ കൊട്ടക്കണക്കിനാണല്ലോ കൊണ്ടുപോയത്. പാർട്ടിയെ നശിപ്പിച്ചു. ജനങ്ങളുടെ ശാപം ഏറ്റുവാങ്ങിയ തമ്പ്രാൻ തന്നെ കാരണമാണ്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇനി MV ഗോവിന്ദൻ ഇരിക്കരുത്, രാജിവെച്ച് പുറത്തു പോകണം. ചടയനും VS-ഉം ഇരുന്ന കസേരയാണ്, അതിന്റെ മഹത്വം തന്നെ കൊണ്ടുകളഞ്ഞു. സഖാക്കൾ ആഗ്രഹിച്ച വിജയം, മതനിരപേക്ഷത, വർഗീയത തുടങ്ങിയ മൂല്യങ്ങളിൽ വെള്ളം ചേർത്തതിന്റെ പേരിലുള്ള ഉജ്ജ്വല പ്രകടനം, ചുവപ്പൻ അഭിവാദ്യങ്ങൾ. അതായത് ഓർമ്മിപ്പിക്കുകയാണ്, എന്തായാലും തോറ്റത് നന്നായി എന്ന്. സഖാക്കൾ ഈ ഒരു പരാജയം അത് വിജയമായി ആഘോഷിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ ഇത്തിൾ കണ്ണികളിൽ നിന്നൊക്കെ അധികാരം, അതായത് പാർട്ടിയെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ തോൽവി അംഗീകരിക്കുന്നുണ്ട്, ഇതൊരു വിജയമായിട്ട് അവരെടുക്കുന്നുമുണ്ട്. LDF-നും CPM-നും ഏറ്റ കനത്ത പരാജയത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് രംഗത്ത് വന്നിരുന്നു. അനർഹമായ പരാജയമാണ് സംഭവിച്ചതെന്നും കനത്ത പരാജയമാണ് LDF-ന് ഉണ്ടായിരിക്കുന്നതെന്നും UDF-ന് മികച്ച വിജയവും നേടാനായെന്നും സ്വരാജ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. LDF പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. LDF ഭരണത്തിൽ സമഗ്രമായ മുന്നേറ്റമാണ് നാടിനുണ്ടായത്. എതിരാളികൾ പോലും ഇക്കാര്യം സമ്മതിക്കും. എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇത് അനർഹമായ പരാജയമല്ലാതെ മറ്റൊന്നുമല്ല.
നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളോ കേരളത്തിന്റെ ഭാവിയോ തെരഞ്ഞെടുപ്പിലെ പരിഗണനാ വിഷയമായി വോട്ടർമാർ കണക്കാക്കിയില്ല എന്ന് തോന്നുന്നുവെന്നും സ്വരാജ് പറഞ്ഞു. 2 തവണ ഇവർ ഭരിച്ചല്ലോ, ഇനി ഒരു തവണ അവർ ഭരിക്കട്ടെ എന്ന തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. 10 കൊല്ലം മുൻപുള്ള കേരളം പലരും മറന്നുപോയിട്ടുണ്ടാകാം. എന്നാൽ ഇടതുപക്ഷം തിരുത്തണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ടാകാം. ഇടതുപക്ഷത്തിന്റെ ചെറിയ കുറവുകൾ പോലും പൊറുക്കാനാവുന്നതല്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. യാതൊരു ദുരഭിമാനവുമില്ലാതെ തിരുത്തേണ്ടതെല്ലാം തിരുത്താൻ ഇടതുപക്ഷം തയ്യാറാകും. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇങ്ങനെ അനർഹമായ പരാജയം പലപ്പോഴും ഇടതുപക്ഷം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കനത്ത പരാജയങ്ങളുടെ ഇരുട്ടിൽ നിന്നും മഹാവിജയത്തിന്റെ സൂര്യോദയങ്ങളിലേക്ക് പറന്നുയർന്നിട്ടുമുണ്ട്. തുടർന്നും നാടിനും ജനങ്ങൾക്കുമായി ഉറച്ചു നിൽക്കും, പോരാടും. തോൽവിയിൽ നിന്നും ഊർജം സ്വീകരിക്കും. 1000 ശരികൾക്കിടയിൽ തെറ്റെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർജവത്തോടെ തിരുത്തും. ക്രിയാത്മക പ്രതിപക്ഷമായി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കും. തിരികെ എത്തും കൊടുങ്കാറ്റ് പോലെ, തീർച്ച. ഇതായിരുന്നു എം സ്വരാജ് കുറിച്ചത്. എം സ്വരാജ് ഇപ്പോഴും പറയുന്നുണ്ട് ജനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്. ജനങ്ങൾക്ക് എന്ത് തെറ്റാണ് പറ്റിയത് സ്വരാജ്? ഈ പാർട്ടിക്കാണ് തെറ്റുപറ്റിയത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകണം. ചെറിയ തെറ്റെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ചെറിയ തെറ്റല്ല, വലിയ തെറ്റാണ് നിങ്ങൾക്ക് പറ്റിയത്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്. പക്ഷേ ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കണ്ട കോർപ്പറേറ്റുകളുടെ തോളിൽ കൈയിട്ട് അവരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ അടിയറവ് വെച്ചു. CPM-നെ അടിയറവ് വെച്ചു പിണറായി കൊണ്ടുപോയി. ഈ പാർട്ടിയിൽ നിന്ന് പിണങ്ങി പുറത്തുപോയ നേതാക്കളെല്ലാം ജയിച്ചു. എന്തുകൊണ്ടാണ്? അവരാണ് ശരിയെന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ എത്ര ആവർത്തി ഈ പാർട്ടിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോഴൊന്നും ഒരക്ഷരം പ്രതികരിക്കാതെ പാർട്ടിക്ക് തെറ്റുപറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഈ പ്രസ്ഥാനത്തെ കീറി മുറിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. പിണറായി വിജയനും MV ഗോവിന്ദനും ഇതിൽ പൂർണ്ണ ഉത്തരവാദികളാണ്. ഇനിയിപ്പോൾ പാർട്ടിയുടെ ഒരു പരാജയത്തിന്റെ കാരണം അന്വേഷിച്ച് കണ്ടെത്തും. അപ്പോഴും പറയാൻ പോകുന്നത് പിണറായിക്കും ഗോവിന്ദനും തെറ്റുപറ്റിയില്ല, താഴെ തട്ടിൽ പ്രവർത്തകരുടെ പ്രവർത്തനം അത്ര ശരിയായില്ല എന്ന് ഇവർ പറഞ്ഞു കൊടുക്കും. അപ്പോഴും പിണറായിയെ അങ്ങ് സേഫ് ആക്കും. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കൃത്യമായി അറിയാം ഈ പാർട്ടിക്ക് റീത്ത് വെച്ചത് പിണറായി വിജയനാണ്, ഒപ്പം ഗോവിന്ദനും കൂടിയാണ് എന്നുള്ളത്. എന്നിട്ടിപ്പോൾ കിടന്ന് കരഞ്ഞിട്ടോ മോങ്ങിയിട്ടോ ഒരു കാര്യവുമില്ല. കരണത്താണ് അടിയേറ്റിരിക്കുന്നത്. താഴെ തട്ടിൽ തകർന്ന് തരിപ്പണമായി വീണു എന്നുള്ളതാണ്. ഇനിയും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ 5 വർഷം നിങ്ങൾ അങ്ങ് കൊമ്പത്തൂന്ന് താഴേക്ക് ഇറങ്ങണം. പ്രതിപക്ഷത്തിരുന്നാലും ഞങ്ങൾ അങ്ങ് കൊമ്പുള്ളവരാണ് എന്ന് കാണിക്കാൻ ചെന്നാൽ ജനം വീണ്ടും അടിച്ചൊതുക്കും. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർട്ടി നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ കുഞ്ഞികൃഷ്ണന് മുന്നിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ സകല കണക്കുകൂട്ടലുകളും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബി കുഞ്ഞികൃഷ്ണൻ മുൻപ് രചിച്ച പുസ്തകത്തിലെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന ശീർഷകം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന വിധിയെഴുത്താണ് പയ്യന്നൂരിൽ ദൃശ്യമായത്. പയ്യന്നൂരിൽ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ദൃശ്യമായത് അതാണ്. പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകൾക്കെതിരെ ശബ്ദമുയർത്തിയതിന്, തന്നെ പടിയടച്ച് പിണ്ടം വെച്ച നേതൃത്വത്തിന് കുഞ്ഞികൃഷ്ണൻ ബാലറ്റിലൂടെ മറുപടി നൽകി. അണികളുടെയും സാധാരണക്കാരുടെയും പിന്തുണയോടെ കുഞ്ഞികൃഷ്ണൻ നടത്തിയ മുന്നേറ്റം CPM കേന്ദ്രങ്ങളെ നടുക്കിയിരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന്റെ വിജയം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ വിജയം കൂടിയാണ്. എത്ര തവണയാണ് നേതാക്കൾക്ക് ഈ പ്രസ്ഥാനത്തിലെ താഴെ തട്ടിലുള്ളവർ മുന്നറിയിപ്പ് കൊടുത്തത്? പാർട്ടി യോഗങ്ങളിലൊക്കെ അവർ പറഞ്ഞു, നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വരണമെന്ന്. അപ്പോഴൊന്നും അത് ചെവിക്കൊള്ളാതെ അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് മുൻപോട്ട് പോയതിൻ്റെയാണ് ഇപ്പോൾ കിട്ടിയത്. തളിപ്പറമ്പിൽ ചോദിച്ചു മേടിച്ച അടിയാണ്. കാരണം എത്ര തവണ PK ശ്യാമളയെ അവിടെ നിർത്തരുതെന്ന് പ്രവർത്തകർ പറഞ്ഞു. അതായത് താഴെ തട്ടിൽ പ്രവർത്തനം നടത്തുന്നവർക്ക് കൃത്യമായി അറിയാം ജനവികാരം എന്താണെന്ന്. അവർ പറഞ്ഞു ശ്യാമളയ്ക്ക് സീറ്റ് കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ്, ജയിക്കുന്ന ഒരു മണ്ഡലം കൊണ്ടുപോയി തൊലയ്ക്കരുതെന്ന്. തൊലച്ചില്ലേ ഗോവിന്ദൻ? ഇത് ഗോവിന്ദന്റെ അത്യാഗ്രഹത്തിന് കൂടി കിട്ടിയ അടിയാണ്. എന്താണ് ഇതുകൊണ്ട് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? ഗോവിന്ദനും പിണറായിക്കുമൊന്നും തലപൊക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഈ നേരം വരെ പിണറായി പ്രതികരിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല? ജനങ്ങളെ ഫേസ് ചെയ്യാൻ ക്യാപ്റ്റന് കഴിയുന്നില്ല. കപ്പല് കൂടോടെയാണ് മുങ്ങിയത്. എല്ലായിടത്തും വെള്ളം കയറി, തൊള്ളയിലേക്ക് വെള്ളം ഇറങ്ങിയിരിക്കുകയാണ് CPM-ന്. ശ്വാസം മുട്ടുകയാണ് CPM-ന്റെ പ്രവർത്തകർക്ക്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക്. ഈ കേരളത്തിന്റെ സ്പന്ദനം എന്താണെന്ന് അറിയാവുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകൾക്കും ഉള്ളു പൊള്ളുന്നുണ്ട്. പക്ഷേ ആശ്വസിക്കാം, കാരണം ഇക്കുറി തോറ്റിട്ട് പാർട്ടി ജയിച്ചു എന്ന് നമുക്ക് കരുതാം. കാരണം
പിണറായി വിജയനിൽ നിന്നും ഒരു കൂട്ടം ദുർഭരണക്കാരിൽ നിന്നും ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കണം, അതിൻ്റെ അന്തസത്ത തിരികെ പിടിക്കണം, അതിൻ്റെ മൂല്യങ്ങൾ തിരികെ പിടിക്കണം. അതിനുവേണ്ടി ഒന്ന് തോറ്റുകൊടുക്കുന്നതിൽ തെറ്റില്ല. എന്തായാലും ഗോവിന്ദൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയെങ്കിലും അല്പം ഉളുപ്പുണ്ടെങ്കിൽ ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.